ദേവസേനാപതിയായ മുരുകന്റെ പ്രധാന ആയുധം വേലാണ്. അതിനാൽ അദ്ദേഹം വേലായുധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വിജയത്തിന്റെ ആയുധം എന്നതിനാൽ വെട്രിവേൽ എന്നും വിശേഷണമുണ്ട്. മുരുകനും വേലുമാണ് ഇന്നത്തെ കഥയമമയിൽ വിശദമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സുദർശനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗാന്ധീവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി സദാസമയവും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ ഒരു ആയുധം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആയുധം വേലായുധം. ആ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചും വേലായുധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആരാണ് സുബ്രഹ്മണ്യൻ എന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിക്കാം. പിന്നീടാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ആയുധം കിട്ടുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഗാന്ധീവം കിട്ടിയത്, എങ്ങനെയാണ് ചക്രം കിട്ടിയതെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വേൽ എന്ന് വിളിക്കപ്പെടുന്ന ആയുധം എങ്ങനെയാണ് ഭഗവാന് കിട്ടിയത് എന്നും നമുക്ക് പരിശോധിക്കാം. ആ ആയുധത്തിന് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാരവുമായിട്ട് തന്നെ വലിയ ബന്ധമാണുള്ളത്. ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാവണേ? താരകാസുരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുരൻ. ആ അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം വാങ്ങുന്നു, ശിവന്റെ മകന് മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. ആ സമയത്ത് ഭഗവാൻ വൈരാഗിയായി സതിയുടെ ദേഹത്യാഗം ഉണ്ടായ സമയമാണ്. അദ്ദേഹത്തിന് അറിയാം ഇനി ഒരു പെൺകുട്ടി ഭഗവാന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. കല്യാണം കഴിഞ്ഞാലാണ് കുട്ടികളെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ശിവൻ വിവാഹം കഴിക്കാത്തടത്തോളം കാലം ഒരു കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും അമരനായിരിക്കും എന്നാണ് താരകാസുരൻ വിചാരിച്ചത്. അദ്ദേഹത്തിന് തെറ്റിപ്പോയി. ശ്രീപാർവതി ദേവി ഭഗവാന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സതിയുടെ തന്നെ പുനർജന്മമായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള അമ്മ വന്നതോടുകൂടി താരകാസുരന് ഭയം തുടങ്ങി. അവിടെ വെച്ച് ഭഗവതി ആദ്യം രൂപകൽപ്പന ചെയ്യുന്നത് ആ മഹാഗണപതിയുടെ ഒരു പ്രതിമയാണ്. അതിൽ അമ്മ ജീവൻ കൊടുത്തിട്ട് ആ കുട്ടിയെ, ഗണപതിയെ അമ്മ സൃഷ്ടിക്കുന്നു. എന്നാൽ ആ കുട്ടിയല്ല താരകനെ വധിക്കേണ്ടത് എന്നുള്ള ബോധ്യം ഭഗവാൻ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ദേവന്മാരുടെ അപേക്ഷ അത് കേട്ടുകൊണ്ട് ഭഗവാൻ 6 സ്ഫുലിംഗങ്ങൾ ഉണ്ടാക്കുകയും ആ ശിവസ്ഫുലിംഗങ്ങളിൽ നിന്ന് 6 മുഖനായിട്ടുള്ള മുരുകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അവതാരം ശരവണപ്പൊയ്കയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? താരകാസുരനെ നിഗ്രഹിച്ച് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ദേവലോകം തിരിച്ചു കൊടുത്ത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മുരുകൻ്റെ അവതാര ഉദ്ദേശം. ശൂരപത്മനെയാണെങ്കിലും സിംഹമുഖനെയാണെങ്കിലും ഒക്കെ ഭഗവാൻ അവിടെ വധിക്കുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആയുധം കയ്യിൽ വേണം. മഹാദേവൻ്റെ ആയുധമായിട്ടുള്ളത് തൃശൂലാണ്. പരാശക്തിയും പ്രധാനപ്പെട്ട ആയുധമായിട്ട് കയ്യിൽ കൊണ്ടു നടക്കുന്നത് തൃശൂലാണ്. ഖഡ്ഗം, വാളും അമ്മയുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. എന്നാൽ ഈ ആയുധങ്ങളൊന്നുമല്ല മുരുകൻ തൻ്റെ കൈകളിലേക്ക് സ്വീകരിച്ചത്. അത് വേലാണ്, വേലായുധമാണ്. അതാരാണ് മുരുകന് കൊടുക്കുന്നത്? യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആ ബാലമുരുകന്, ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യാനിരിക്കുന്ന മുരുകന് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആയുധം വെച്ച് കൊടുക്കുന്നത്, വേൽ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള ശ്രീപാർവതി ദേവി തന്നെയാണ്. അങ്ങനെ അമ്മ തൻ്റെ മകൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ആയുധം നിൻ്റെ കയ്യിലിരിക്കട്ടെ, ഇതിൽ എൻ്റെ ശക്തിയുണ്ട് എന്നാണ്. അതിലിരിക്കുന്ന ശക്തി ആരുടെയാണ്? അത് പരാശക്തിയുടെ ശക്തിയാണ്. ഇത് നിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നിന്നെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഇതുകൊണ്ട് നിനക്ക് എന്തും ഭേദിക്കാനും സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ശക്തി കൊടുത്ത വേലാണത്. അതുകൊണ്ട് തന്നെ അതിനെ ശക്തിവേൽ എന്ന് വിളിക്കാറുണ്ട്. പഴനിക്കൊക്കെ പോകുന്ന ആൾക്കാർ ശക്തിവേൽ എന്ന് വിളിച്ച് ഹരോഹര എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാം. ശക്തി കൊടുത്ത വേലാണ്. അതിനകത്തിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് പരാശക്തിയുടേതാണ്. ഇനി ആ വേൽ ഉപയോഗിച്ചിട്ടാണ് ഭഗവാൻ താരകാസുരനെ വധിക്കുന്നത്, ശൂരപത്മനെ വധിക്കുന്നത്, സിംഹമുഖനെ വധിക്കുന്നതൊക്കെ ആ വേൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ താരകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരൻ യഥാർത്ഥത്തിൽ ആരാണ്? താരകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരൻ യഥാർത്ഥത്തിൽ അഹന്തയാണ്. ഞാൻ എന്ന ബോധം, ഞാൻ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ്, താരകത്തെ പോലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാനും നിങ്ങളും തുല്യരല്ല, ഞാനാണ് വലുത് എന്ന മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെ താരകനാണ്. ആ താരകനെ വധിക്കാൻ ഭഗവാൻ എന്ത് വേൽ ഉപയോഗിച്ചു? ശക്തിവേൽ ഉപയോഗിച്ചു.
ഒപ്പം തന്നെ അജ്ഞാനമാകുന്ന താരകനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന് അറിവാകുന്ന വേലാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വേലിനെ ജ്ഞാനവേൽ എന്നും വിളിക്കാറുണ്ട്. ശക്തി കൊടുത്തതുകൊണ്ട് ശക്തിവേലെന്നും അറിവിൻ്റെ സ്വരൂപമായതുകൊണ്ട് ജ്ഞാനവേലെന്നും അതിനെ വിളിക്കാറുണ്ട്. ആ അറിവിൻ്റെ സ്വരൂപമായിട്ടുള്ള ജ്ഞാനവേൽ കൊണ്ടാണ് അരുണഗിരിനാഥൻ്റെ നാക്കിൽ ഭഗവാൻ ഓംകാരം എഴുതുന്നതും തിരുപ്പുകഴ് അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കുന്നതും. അപ്പം അതിൽ ആത്യന്തികമായിട്ടുള്ളത് എന്താണ്? അറിവാണ്. അറിവും ശക്തിയും ഇത് രണ്ടും ചേർന്ന ആയുധമാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലുള്ള ആ വേലായുധം എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ പത്നി സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. വേലും പത്നിയാണ്. വള്ളി എങ്ങനെയാണോ, ദേവസേന എങ്ങനെയാണോ, അതുപോലെ എപ്പോഴും ഭഗവാനുമായിട്ട് ചേർത്ത് വെക്കണം വേൽ എന്നാണ് പറയുക. അത്രയധികം രണ്ടുപേരും പിരിഞ്ഞിരിക്കാനേ താല്പര്യപ്പെടുന്നില്ല, അത്രയധികം സ്നേഹമാണെന്നാണ്. ആ വേൽ എന്ന് വിളിക്കപ്പെടുന്ന ദിവ്യായുധത്തെ നമുക്ക് നമസ്കരിക്കാം. ആർക്കെങ്കിലും തോന്നലുണ്ടാവുകയാണെങ്കിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഏറ്റവും നല്ലത് സ്മരിക്കാൻ ഏറ്റവും പറ്റിയ ആയുധമാണ് വേലായുധം. കാരണം അത് ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ അന്ധകാരത്തെ ഇല്ലാതാക്കി തരും. ഇനി കുണ്ടലിനി ശക്തിയുടെയൊക്കെ രൂപത്തിലൊക്കെ പറയുകയാണെങ്കിൽ വേലിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സമ്പ്രദായങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ ആകൃതി ഉൾപ്പെടെ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇപ്പം എല്ലാം കൊണ്ടും ഏറെ വിശേഷപ്പെട്ട ആ ഒരു ആയുധമാണ് സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ കൈകളിൽ ധരിച്ചിട്ടുള്ളത്. അത് കാണുന്ന സമയത്ത് നമുക്കും ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടേണ്ടത്. ഒന്ന്, പരമമായിട്ടുള്ള അറിവ്. ആ അറിവ് ആ വേല് പ്രദാനം ചെയ്യുന്നു. രണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട ശക്തി. ലളിതാ സഹസ്രനാമത്തിലൊക്കെ വായിക്കുന്നത് പോലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇത് മൂന്നും ആ ശക്തി എന്ന ഒറ്റ വാക്കിൽ ഇത് മൂന്നും ഉണ്ട്. ആ മൂന്നും ആ വേലിനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യ സ്വാമിയെയും ആ വേലായുധനായിട്ടുള്ള ഭഗവാനെ പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ വേലിനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഇന്നേ ദിവസം ചിന്തിക്കാൻ അവസരം തന്ന ഭഗവാനെ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.